ഹായ് ഗായ്സ്, +2 കഴിഞ്ഞ് മെഡിക്കൽ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ പാരൻസ് ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഒരുപക്ഷെ ഞാൻ ഇന്ന് വരെ ചെയ്ത വീഡിയോകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും തെറിവാക്കുകളും ഒക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. പക്ഷേ റിയാലിറ്റി പറഞ്ഞു തരാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇനിയും പറ്റിക്കപ്പെടരുത്. ഐ എം ഡോക്ടർ ബിലാൽ. വെൽക്കം ടു വോയിസ് ഓഫ് ബിലാൽ. ഗായ്സ്, ഞാൻ പറയാൻ പോകുന്നത് ആയുഷ് കോഴ്സുകളെ കുറിച്ചാണ്. അതായത് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യൂനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഈ 5 കോഴ്സുകൾ നോക്കൂ. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് മാത്രം ഡിസ്കസ് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഈ കോഴ്സ് എടുത്ത് കുടുങ്ങുന്ന, ഈ കോഴ്സ് എടുക്കുന്ന കുട്ടികളിൽ ഒരു 90% ഞങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് തിരിച്ചറിയുകയും പിന്നീട് അത് വെച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അതിനകത്ത് ജീവിക്കാൻ ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനവും. എനിക്ക് നേരിട്ടറിയാവുന്ന എല്ലാവരും തന്നെ എന്നോട് ഇത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കോഴ്സുകളെല്ലാം തന്നെ സ്യൂഡോ സയൻസുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയയിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ ഹോമിയോയെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കൂ, ഇറ്റ്സ് എ സ്യൂഡോ സയൻസ് എന്ന് നിങ്ങൾക്ക് കാണാം. ആയുർവേദത്തെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, സ്യൂഡോ സയൻസ് എന്ന് കാണാം. എന്തുകൊണ്ടാണ് ഈ കോഴ്സുകളെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം, ഇപ്പോൾ നാച്ചുറോപ്പതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാവുന്നതാണ്. വൈ, എന്തുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നത്? ആദ്യത്തെ കാര്യം നോക്കൂ, മോഡേൺ മെഡിസിൻ, നമ്മൾ MBBS എന്ന് പറയുന്ന കാര്യം അല്ലേ, മോഡേൺ മെഡിസിൻ, ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് തരുന്ന ഓരോ മരുന്നും നിങ്ങളുടെ ശരീരത്തിലെ ഏതൊക്കെ റിസപ്റ്ററുകളിൽ പോയി എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നും അതെങ്ങനെ നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുന്നു എന്നും കൃത്യമായ പഠനങ്ങളുള്ളതാണ്. കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, കേവലം വിശ്വാസമല്ല. മറിച്ച് ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പണ്ട് കാലത്ത് തുടർന്നു പോന്നിരുന്ന കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സയൻറ്റിഫിക് ബേസിസ് ഒന്നുമില്ല. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ എന്താ പറയുക, ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് ആണ്. +2 കഴിഞ്ഞ കുട്ടികൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെയോ കുറച്ച് ഹ്യൂമറുകൾ, കുറച്ച് ഫ്ലൂയിഡുകൾ, കഫം, വാദം, പിത്തം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഫ്ലൂയിഡുകൾ ഉണ്ടെന്നും ഇതിൻ്റെ ഇംബാലൻസ് കാരണമാണ് രോഗം വരുന്നതെന്നൊക്കെ പറയുന്ന, ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ അടുത്ത് ഡോക്ടർ സിറിയക് അബി ഫിലിപ്പ് എന്ന് പറയുന്ന കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ഉണ്ട്. പുള്ളിയും ഒരു ആയുർവേദ ഡോക്ടറും തമ്മിൽ നടന്നൊരു ഡിബേറ്റ് ഉണ്ട്. ഒരുപാട് ഡിബേറ്റുകൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൽ മറ്റും. യു ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച്, നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അൺസയൻറ്റിഫിക് ആണ്. രോഗങ്ങൾ മാറുന്ന ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഇതിലൊക്കെ കാണിച്ച രോഗങ്ങൾ മാറാം, അതിൻ്റെ കാരണം ഓൾറെഡി മാറാൻ സാധ്യതയുള്ള രോഗങ്ങൾ അതിലൂടെ മാറുന്നു എന്നുള്ളതാണ് മെജോറിറ്റി കേസിലും. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആയുർവേദം കാര്യമായിട്ട് വലിയ രീതിയിൽ പ്രസവ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ ആയുർവേദ ഡോക്ടർമാർ, കുറേ ഡോക്ടർമാരല്ലാത്തവരും ആയുർവേദത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇതിനൊന്നും കൃത്യമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല. ഈ പ്രസവ ശുശ്രൂഷ, പ്രസവത്തിന് ശേഷമുള്ള ഈ ട്രീറ്റ്മെൻറ്റുകൾ, ഈ ഉഴിച്ചിലും വീഴ്ചിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ലോകത്ത് അപ്പോൾ ബാക്കി മനുഷ്യരൊക്കെ ഇത് കിട്ടാത്തത് കൊണ്ട് അവരുടെ ശരീരത്തിൽ ആരോഗ്യമില്ലേ? അപ്പോൾ ഈ ഉഴിച്ചിലും വീഴ്ചിലും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതിന് പ്രത്യേകിച്ച് പഠനങ്ങളൊന്നുമില്ല. ഇതൊരു തരം വിശ്വാസമാണ്. നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന പോലെ, ജ്യോതിഷം, ജാതകമൊക്കെ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് തുടരാം എന്നതിനപ്പുറത്ത് മനുഷ്യ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കപ്പെടാത്ത, പ്രോപ്പറായിട്ട് ലോകത്ത് എവിടെയും ഗൈഡ് ലൈനുകളിൽ പറയാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്താൽ ഉണ്ടാവുന്ന കാര്യം, ഇത് ആയുർവേദമായാലും ഇപ്പോൾ ഹോമിയോയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഹോമിയോയുടെ സിദ്ധാന്തം ഒരു മരുന്നിനെ നമ്മൾ എത്രത്തോളം നേർപ്പിക്കുന്നോ അത്രത്തോളം ആ മരുന്നിൻ്റെ എഫക്റ്റീവ്നെസ് കൂടി വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇന്ന് വരെ പഠിച്ചിട്ടുള്ള സയൻസിൻ്റെ, കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ എല്ലാ തത്വത്തിനും എതിരായിട്ടുള്ള എന്തോ ഒരു വിശ്വാസമാണത്. കേവലമായിട്ടുള്ളൊരു വിശ്വാസം മാത്രമാണിത്, അതിനപ്പുറത്തൊരു എക്സിസ്റ്റൻസ് ഇല്ല. ഇതുപോലെ തന്നെയാണ് യുനാനിയുടെ കേസിലായാലും സിദ്ധയുടെ കേസിലായാലും ഒക്കെ കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അല്ല, എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ചില രോഗങ്ങളൊക്കെ ഇപ്പോൾ ചില കെമിക്കൽസൊക്കെ സഹായകമായേക്കാം, പക്ഷേ പഠനങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പഠനങ്ങളില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നമ്മുടെ സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ എന്ന്. ഓഫ് കോഴ്സ് യെസ്, സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
നമ്മുടെ സർക്കാർ എപ്പോഴും നല്ല കാര്യങ്ങളാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല. നമ്മുടെ സർക്കാർ നമ്മുടെ നാട്ടിലെ ആൾദൈവങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ദൈവമാണെന്നും എനിക്ക് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന എല്ലാ മതത്തിലും, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യനിലും ഒക്കെ പെട്ട ആളുകളെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ കാല് പിടിക്കാൻ പോകുന്നുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്, അവരുടെ ഈ സംവിധാനങ്ങളുടെ മുഴുവൻ ഭാഗമാവുന്നുണ്ട്. എല്ലാ സർക്കാരും, അതിപ്പോൾ കേരളത്തിലെ സർക്കാരായാലും കേന്ദ്രത്തിലെ സർക്കാരായാലും ഒക്കെ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോമിയോയിൽ വിശ്വാസപരമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, യുനാനിയെ വിശ്വസിക്കുന്ന ആളുകൾ, ആയുർവേദത്തെ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും രോഗങ്ങൾ മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു കൃത്യമായ പഠനങ്ങൾ എനിവേ അവൈലബിൾ അല്ല. പഠനങ്ങൾക്കപ്പുറത്തൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് തുടരുന്നത്. സോ നിങ്ങൾ ഇത്തരം കോഴ്സുകൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നോക്കൂ. നിങ്ങളുടെ അടുത്തേക്ക് ഒരു രോഗി വരുന്നു, ആ രോഗിയെ കൃത്യമായ തെളിവുകളുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിലൂടെ രോഗം മാറ്റുക എന്നതിനപ്പുറത്ത് എൻ്റെ അടുത്തേക്ക് ഒരു രോഗി വരുന്നു, അവന് ഞാൻ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ട്, അതുകൊണ്ട് മാറിയാൽ മാറി എന്ന തരത്തിലേക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് കുറേ നമ്മുടെ നാട്ടിലെ ആയുർവേദത്തിൻ്റെയും അല്ലെങ്കിൽ ഇത്തരം നാച്ചുറോപ്പതിയുടെ ഒക്കെ പേര് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ പറ്റിപ്പാണ്, വെറും പറ്റിപ്പാണ്. ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പുള്ള രോഗത്തിന് പോലും ചികിത്സിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ലേ, വെറും BHMS ഉള്ള ഹോമിയോപ്പതി കഴിഞ്ഞ ഡോക്ടർ അയാൾ എല്ലാ രോഗവും ചികിത്സിക്കുന്നുണ്ടാവും, തല മുതൽ മേല് വരെയുള്ള എല്ലാം അവർ ചികിത്സിക്കും. നമുക്ക് മോഡേൺ മെഡിസിനിലേക്ക് നിങ്ങൾ വന്നാൽ കേവലം ഒരു കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ എത്ര വർഷം പഠിക്കണം? 5.5 വർഷം നിങ്ങൾ MBBS പഠിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ 3 വർഷം MS ഒഫ്താൽമോളജി പഠിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ വിട്രിയോ റെറ്റിനൽ സർജറി ഒക്കെ ചെയ്യുന്ന സർജനെക്കാളും വീണ്ടും 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 പഠിക്കണം. നിങ്ങളൊരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര വർഷം പഠിക്കണം? 5.5 വർഷം MBBS, 3 വർഷം MD ജനറൽ മെഡിസിൻ, എന്നിട്ട് വീണ്ടും 3 വർഷം നിങ്ങൾ DM ഓങ്കോളജി പഠിക്കണം, വീണ്ടും 3 വർഷം DM കാർഡിയോളജി പഠിക്കണം, വീണ്ടും 3 വർഷം DM നെഫ്രോളജി പഠിക്കണം, വീണ്ടും 3 വർഷം DM എൻഡോക്രൈനോളജി പഠിക്കണം. ഇങ്ങനെ 10ഉം 12ഉം വർഷം പഠിച്ചിട്ടാണ് ഓരോ രോഗങ്ങളെയും ചികിത്സിക്കാൻ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. വൈ? കാരണം മനുഷ്യ ശരീരം ഇത്രയും വാസ്റ്റാണ്, ഇത്രയധികം പഠിക്കേണ്ടതുണ്ട്. then എങ്ങനെയാണ് കേവലം ഒരു 5.5 വർഷത്തെ ഇത്തരം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിനിലെ ഈ കോഴ്സുകൾ മാത്രം പഠിച്ചിറങ്ങുന്ന ആളുകൾ എല്ലാം ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉടായിപ്പാണ്. ആ ഉടായിപ്പ് ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. നോക്കൂ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സീരിയസ് ആയിട്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആളുകളെ പറ്റിക്കാതെ, ലുക്ക്, യു ക്യാൻ ബി 2 ടൈപ്സ് ഓഫ് ഡോക്ടേഴ്സ്. യെസ്, ബിസിനസ് ഡോക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സ് ആവാം. ബിസിനസ് ഡോക്ടേഴ്സ് മീൻസ് നന്നായിട്ട് ബിസിനസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ അടുത്ത് നിരന്തരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യമുണ്ട്. ഓക്കെ, ഒരു ഓർഗാനിക്സ് എന്ന് പറഞ്ഞിട്ട് മുഖം വെളുക്കാനുള്ള ക്രീമുകളുടെ ഒരു പരസ്യമാണ്. ഒരുപാട് കേരളത്തിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ, ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. സീരിയൽ നടിമാരുടെ പ്രൊമോഷനാണ്, രാവിലെയും രാത്രിയും പകലും ഒക്കെ. ഞാൻ ഈ ക്രീം തേക്കാൻ തുടങ്ങി, ഇങ്ങനെ വെളുത്തു, ഈ ക്രീം തേച്ചു, ഇങ്ങനെ വെളുത്തു. നോക്കൂ, ഇതിന് വല്ല പഠനമുണ്ടോ? നമുക്ക് തരുന്ന ഓരോ മരുന്നുകളും, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെഡിസിനും കൃത്യമായിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റെപ്പുകളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ കിട്ടുന്നത് മോഡേൺ മെഡിസിനിൽ. പക്ഷേ ഇതൊരു പഠനവും ഇല്ല. അത് വെറുതെ കുത്തിക്കലക്കി വീടിൻ്റെ അപ്പുറത്ത് ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ പോലെ കുത്തിക്കലക്കി ഉണ്ടാക്കുക, ഇത് വിൽക്കുക, മാർക്കറ്റ് ചെയ്യുക, വിൽക്കുക, പൈസ ഉണ്ടാക്കുക. സോ ലുക്ക്, ആദ്യത്തെ കാര്യം ഇതാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പറ്റിക്കാതെ ആളുകളുടെ രോഗം കൃത്യമായിട്ട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെവർ ടേക്ക് ദീസ് കോഴ്സസ്. ഒന്നാമത്തെ കാര്യം. 2, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സർവൈവബിലിറ്റി. നോക്കൂ, ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നോക്കൂ, ഇനി അങ്ങോട്ട് നിങ്ങളൊരു മെഡിസിൻ കോഴ്സ് എടുത്ത് ഒരു പർട്ടിക്കുലർ രാജ്യത്ത് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ത്രൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ലോകത്ത് പല രാജ്യങ്ങളും, ലോകത്തെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള സയൻറ്റിഫിക് ടെമ്പറുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ നിങ്ങളൊരു ഡോക്ടറായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഹോമിയോപ്പതി പഠിച്ചാൽ നിങ്ങളൊരു ഡോക്ടറായിട്ട് അമേരിക്കയിൽ അംഗീകരിക്കില്ല. നിങ്ങളൊരു ഡോക്ടറായിട്ട്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് ഡെവലപ്ഡ് കൺട്രീസ് നിങ്ങൾ അംഗീകരിക്കില്ല. ആയുർവേദം പഠിച്ച ഡെവലപ്ഡ് കൺട്രീസ് നിങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയും. അടുത്തൊരു കാര്യം, ഇത് പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ ആരെയും പറ്റിക്കാതെ, ഏത് രോഗവും ഞാൻ ചികിത്സിക്കുമെന്ന് പറഞ്ഞിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ആരെയും പറ്റിക്കാതെ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട്.
നിങ്ങൾ 6000-നും 7000-നും 8000-നും വരെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നോക്കൂ, എനിക്കറിയാം ഇപ്പോൾ ഒരു നീറ്റ് എക്സാമിൽ 10,000-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് MBBS കിട്ടുള്ളൂ, ഓൾ ഇന്ത്യ റാങ്ക്. പക്ഷേ ഓൾ ഇന്ത്യ റാങ്ക് 1,00,000 വന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടും. പക്ഷെ അങ്ങനെ കേവലം ഒരു ഡോക്ടർ ആവുക എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടി മാത്രം ദയവേത് ഇത്തരം കോഴ്സുകൾ നിങ്ങൾ എടുക്കരുത്. നിങ്ങളൊരു ബിസിനസ് മൈൻഡഡ് ആണെങ്കിൽ യു മേ ടേക്ക്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ പ്ലീസ് നെവർ റൺ ബിഹൈൻഡ് ദീസ് കോഴ്സസ്. നിങ്ങൾ ആളുകളെ പറ്റിക്കേണ്ടി വരും. പൈസ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറ്റിക്കേണ്ടി വരും. നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഈ ഒരു ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ, ഇപ്പോൾ ഒരു പ്രസവത്തിന് ശേഷമുള്ള ഈ ഒഴിച്ചിൽ പിഴിച്ചിൽ, ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. നമ്മളൊരു കാര്യം, ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ നമ്മൾ പറയും കോസ്റ്റ് ബെനഫിഷ്യൽ റേഷ്യോ. നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റ് നമുക്ക് ആ ഒരു ചികിത്സ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ആ ഒരു ബെനിഫിറ്റ് എക്സ്ട്രാ ആയിട്ട് പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു ബെനിഫിറ്റൊന്നും നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഒരു ഫീലാണ്, എന്താ പറയുക, ഒരു ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു റിജുവനേഷൻ, ഒരു ഫീലുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ദർ ഇസ് എ ഫീൽ അല്ലേ. നമ്മളൊരു മസാജിനൊരു സ്പായിലൊക്കെ പോയിട്ട് മസാജ് സെൻറ്ററിൽ പോയി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. സോ യു മേ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ മസാജ് സെൻറ്ററുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദോസ് കോഴ്സസ്. പ്രോപ്പറായുള്ള സയൻറ്റിഫിക് ബേസിസോ പ്രോപ്പറായുള്ള പഠനങ്ങളോ ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേവലം പേരിൻ്റെ നേരെ ഡോക്ടറെന്ന് ചേർക്കാനോ, ഇനി അതല്ല അത് വെച്ച് വേറെ എന്തെങ്കിലും ബിസിനസ് പ്ലാനോ ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദീസ് കോഴ്സസ്. അതർവൈസ് പ്ലീസ് ഡോണ്ട് ടേക്ക്. ലുക്ക്, യു ഗോട്ട് മെനി അതർ ഓപ്ഷൻസ്. നിങ്ങൾക്ക് BDS എടുക്കാം. യെസ്, ഓഫ് കോഴ്സ് BDS നമ്മുടെ നാട്ടിൽ ഹൈപ്പർ സാച്ചുറേറ്റഡ് ആണ്, ഹൈപ്പർ സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പണി റിയാലിറ്റി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന് പൈസ കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ നാട്ടിൽ വളരെ സാച്ചുറേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു മൈഗ്രേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ BDSൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലേക്കോ US-ലേക്കോ ജർമ്മനിയിലേക്കോ മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ വെച്ച് ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ BDS നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് യു ഗോട്ട് ഇപ്പോൾ നമ്മുടെ BVSC വെറ്റിനറി സർജൻ ആവാനുള്ള കോഴ്സ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് പോകാം. ഇറ്റ് ഹാസ് ഒരു 50,000 ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയാൽ അറൗണ്ട് ഒരു 30,000 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് പതിയെ കൂട്ടാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ആരെയും പറ്റിക്കേണ്ടി വരില്ല. അതാണ്, പറ്റിക്കാത്ത പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സാക്ഷി വഞ്ചിക്കാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതിന്ന്. ആൻഡ് ദെൻ യു ഗോട്ട് അഗ്രികൾച്ചർ. നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ എടുക്കാം. അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ആൻഡ് ഇതൊന്നും അല്ലെങ്കിൽ ലുക്ക്, ഇപ്പോൾ നീറ്റിൽ നമുക്ക് റാങ്ക് കുറഞ്ഞു, എടാ പേരിൻ്റെ നേരെ ഡോക്ടർ എന്ന് വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ എന്തോ ഒരു പ്രത്യേകതയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ MBBSന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഏത് കോഴ്സ് എടുത്താലും നമ്മൾ ടാലൻറ്റഡ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും, നമുക്ക് വാല്യൂ കിട്ടും, നമുക്ക് ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടും. നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ ദയവേത് ഇത്തരം കോഴ്സുകൾ എടുത്ത് പെടരുത്. സമൂഹത്തെ സേവിക്കാനാണെങ്കിൽ യു ഗോട്ട് മെനി അതർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് നല്ല എൻജിനീയേഴ്സ് ആവാം, നല്ല ടീച്ചേഴ്സ് ആവാം, നല്ല ഓൺട്രപ്രണർഷിപ്പ് ചെയ്യുന്ന, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന നല്ല ബിസിനസ്സുകാരാവാം. സർക്കാർ ലെവലിൽ വേറെ അനേകം കോഴ്സുകളുണ്ട്, അനേകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യു ക്യാൻ ഗോ ടു ഓൾ ദോസ് തിങ്സ്. ദയവേത് ഇത്തരം കോഴ്സുകൾ എടുത്ത് പെട്ടുപോകരുത്. ഇതെടുക്കുന്ന ആളുകൾ, അവരോട് എനിക്ക് ഭയങ്കര സഹതാപമുണ്ട്. കാരണം അവരിത് എടുത്ത് പിന്നെ ഇതിലങ്ങ് പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിശ്വാസത്തിൽ അങ്ങ് അകപ്പെട്ട് അവരും ഈ ഒരു കാര്യത്തിൽ അങ്ങ് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പം നമ്മൾ MBBS പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ ബാച്ചിൽ, എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു BAMSഉം BHMSഉം ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് MBBS ഫസ്റ്റ് ഇയർ തൊട്ട് ജോയിൻ ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എൻ്റെ ജൂനിയർ ബാച്ചസിൽ ധാരാളം പേരുണ്ട്. എൻ്റെ സ്വന്തം ബാച്ചിലുണ്ട്. ഞാൻ ഈ അടുത്ത് മെഡിക്കൽ കോളേജിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട്, ഞാൻ MBBS പഠിക്കുമ്പോൾ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഹോമിയോ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട്. അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് എഴുതി MBBS ജോയിൻ ചെയ്തിപ്പോൾ അവൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അതേ ഏജാണ്. അവനിപ്പോൾ MBBS സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോട് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾക്കത് സർക്കാർ നടത്തുന്ന കോഴ്സല്ലേ എന്ന് വിചാരിച്ചാണ് ഇത് എടുത്തത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയത്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ അവൻ ഭയങ്കര എത്തിക്കലായിട്ടുള്ളൊരു പേഴ്സണാണ്. അവൻ പറഞ്ഞതാണ്, എനിക്കിത് ശരിയല്ല 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് എടുത്ത്
അതിലൂടെ ആളുകളെ പറ്റിക്കണം എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ച് റിപ്പീറ്റ് ചെയ്തു ഈ ഒരു കോഴ്സ് എടുത്തു വന്നു. അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരത് എടുത്തു പെട്ടു, അവർ അതുകൊണ്ട് ജീവിക്കട്ടെ. പക്ഷേ ഇനിയൊരു കുട്ടിയും ഇതിലേക്ക് പെടാതിരിക്കാൻ നമ്മളെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് നടത്തുമെന്ന് അവൻ എന്നോട് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, കീപ് ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ് ആൻഡ് യാ, choose wisely. That's it. Bye-bye.